മദ്യപിച്ച് യാത്ര ചെയ്തത് ചോദ്യം ചെയ്ത നാട്ടുകാരനെ സംഘം ചേർന്ന് ആക്രമിച്ചു. പൂഞ്ഞാർ തെക്കേക്കര കല്ലേക്കുളത്താണ് സംഭവം. CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ സജിയാണ് ആക്രമിച്ചത്. നിതിൻ തോമസിന്റെ വിവരങ്ങളായി. നിതിൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകന് പോലും രക്ഷയില്ല. മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കരുത് എന്നതിനെ ചൊല്ലി സംസാരിച്ചപ്പോൾ അതിനും കിട്ടുന്നു അടി, അല്ലേ? തീർച്ചയായിട്ടും ഇത് വിഷുദിനത്തിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത്. മദ്യപിച്ച് യാത്ര ചെയ്തതാണ്. ഈ യാത്ര ചെയ്ത് വന്ന ഈ ബൈക്കിൽ വന്ന മൂന്നംഗ സംഘം ഇവർ ഈ സജിയുടെ വീടിന് മുന്നിലേക്കാണ് വന്ന് മറിഞ്ഞു വീഴുന്നത്. ഈ മറിഞ്ഞു വീണതിന് ശേഷമാണ് സജിയും അവിടെയുള്ള ആളുകളും ചേർന്ന് ഇവരെ എണ്ണിപ്പിക്കുകയും ഇങ്ങനെ മദ്യപിച്ച് വരികയാണോ എന്ന രീതിയിൽ ചോദ്യം ചെയ്തതാണ്. ആ ചോദ്യം ചെയ്തതിനെ തുടർന്നിട്ടാണ് പിന്നീട് അവിടെ ഒരു ആക്രമണം നടന്നത്. ഈ യുവാക്കൾ അവിടെ നിന്ന് പോവുകയും കൂടുതൽ ആളുകളെ വിളിച്ചുകൊണ്ട് വരികയും ചെയ്തു. അതിനുശേഷം അതിനൊരു വലിയൊരു ആക്രമണത്തിലേക്ക് പോയത്. CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ സജിയുടെ പിതാവിനുമാണ് പരിക്കേറ്റത്. സജിയുടെ പിതാവിന്റെ കാലിന് പൊട്ടലുണ്ട്. ഇത്തരത്തിലൊരു സംഭവമാണ് അവിടെ ഉണ്ടായത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ വലിയൊരു വഴക്കിലേക്ക് അത് വഴിമാറി എന്നുള്ളതാണ്. ഇരു കൂട്ടരും തമ്മിൽ കയ്യേറ്റത്തിലേക്കെത്തി, സംഘർഷത്തിലേക്കെത്തി. ഇതിലിപ്പോൾ തീക്കോയി മേസ്തിരിപ്പടിയിലുള്ള 2 യുവാക്കളെയാണ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരിക്കുന്നത്. 10ഓളം യുവാക്കൾ ചേർന്നായിരുന്നു മർദ്ദനം തമ്മിൽ സംഘർഷം ഉണ്ടായത്. ഇനി ഇതിൽ ഈ ബൈക്കിൽ സഞ്ചരിച്ചെത്തിയ 3 പേരിൽ 2 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ബാക്കി 3 പേര് ബൈക്കിൽ സഞ്ചരിച്ചെത്തിയ ഒരാളെ കൂടെയും അതുപോലെ തന്നെ ഇവരുടെ സംഘത്തിലുണ്ടായിരുന്ന 3 കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുക്കാനുണ്ട്. ഇവരെയും ഉടനടി തന്നെ കസ്റ്റഡിയിൽ എടുക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മേസ്തിരിപ്പടി സ്വദേശികളായ അഭിഷേക് അതുപോലെ തന്നെ അബിൻ എന്നിവരെയാണ് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലെടുത്ത് റിമാൻഡിലായിരിക്കുന്നത്.